BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവമല്ലേ അച്ഛാ? നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറന്റ്, വിശ്വസ്തം. The complete door hardware technology with more than 18 international brands. Door Care, Vengalur Bypass, Thodupuzha. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജേക്കോ ജ്വൽസ്, തൊടുപുഴ. Maharani Wedding Collections, the classic bridal world. The institution also offers IELTS coaching and career skills training program to give its students an edge in the job market. St. George College, Maragula. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BMS മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിറിൽ ജോൺസനെ കള്ളക്കേസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ച് ജയിലിൽ അടച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇടുക്കി DYSP സാജു വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. റാലി സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വായനാവാരം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ആചരിച്ചു. വണ്ടമറ്റം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി PG സനൽകുമാർ വായനാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജി കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ കേസിൽ രണ്ടാം പ്രതിയായി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BMS മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരം BMS ജില്ലാ സെക്രട്ടറി KM സിജു ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ AP സഞ്ജു, B അജിത് കുമാർ, MA പ്രദീപ്, സമിതി അംഗങ്ങളായ ഷാജു ഗോപാലൻ, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അങ്ങ് ഈ സംസ്ഥാനത്ത് മൊത്തം ഇത്തരം അരാജകത്വം നിലനിൽക്കുമ്പോൾ, അഴിമതി നിലനിൽക്കുമ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം വേറിട്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സഹോദരന്മാർ, ഇവിടുത്തെ കൗൺസിലർമാരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കൈക്കൂലി വാങ്ങുന്നു, കൈക്കൂലിയുടെ ആളാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ കൈക്കൂലി വാങ്ങിയത് ഒരു കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല. നമ്മൾ ചിന്തിക്കണം, ഒരു കേരളത്തെ സംബന്ധിച്ച്
സാക്ഷര കേരളമായ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയില് ഉന്നതമായ പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികള് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഒരു സ്കൂളിന്റെ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമുക്കറിയാം BTM എന്ന് പറയുന്ന ഒരു സ്കൂള് കുമ്മങ്കല്ലിലെ ഒരു സ്കൂളിന്റെ പെർമിറ്റിന് വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പേപ്പർ സമർപ്പിച്ചിട്ടുള്ളത്. നിരന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു യാതൊരു പുരോഗതിയുമില്ല. അവസാനം അദ്ദേഹം ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഈ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നമ്മൾ ചിന്തിക്കണം, ആ സ്കൂളിന് എന്തൊക്കെ കുറവുകളുണ്ട്, ആ സ്കൂളിന് പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള എന്താണ് കുറവ് എന്ന് പരിശോധിക്കുന്ന സമയത്താണ് നമ്മൾക്ക് അത് വ്യക്തത മനസ്സിലാകുന്നത്. ഇവിടെ ഈ ഒരു സ്കൂൾ മാത്രമല്ല, മാനേജ്മെന്റ് നടത്തുന്ന നിരവധി സ്കൂളുകളുണ്ട് മുനിസിപ്പാലിറ്റിയില്. അതിനൊക്കെ പെർമിറ്റ് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇദ്ദേഹം കോട്ടയത്ത് നിന്ന് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആയിട്ട് ചുമതലയേറ്റ കാലം മുതൽ ഈ 1 വർഷക്കാലം അദ്ദേഹം പെർമിറ്റ് അനുവദിച്ചിട്ടുള്ള മുഴുവൻ സ്കൂളുകളിലെയും മുഴുവൻ സ്ഥാപനങ്ങളിലെയും വീണ്ടും ഒരു അന്വേഷണം നടത്തണം. തിരികൾ കത്തിച്ചുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിലെ ലഹരിക്കെതിരെ ഒരു തിരുനാളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജിൻസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം വാർഡ് മെമ്പർ സെലിൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് കെ ജോർജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുഞ്ഞുങ്ങളിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരികൾ കത്തിച്ചുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിലെ ലഹരിക്കെതിരെ ഒരു തിരുനാളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണം, ഓപ്പൺ ക്വിസ് മത്സരങ്ങൾ എന്നിവ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജിൻസ് പൊളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം വാർഡ് മെമ്പർ സെലിൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് കെ ജോർജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ആയതിനാൽ ഒരിക്കൽ പോലും ലഹരി വസ്തുക്കൾ ഞാൻ രുചിക്കുകയോ ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല. അധ്യാപകരായ ബിറ്റി ബേബി, ശ്യാംലി ബെന്നി, സാലി ഷാജി, PT അംഗങ്ങളായ രാഹുൽ EB, ഷാജൻ KK, റോബിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളായ ജെറോം ജിസ്മോൻ, ജെറോം ബിജാൻസ്, ആഷിദ് അനു, ഡാനിയ ബാബു, അൽഫിയ കുമാർ, അൻവിൻ ജിൻസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. സിറിൽ ജോൺസണെ കള്ളക്കേസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ച് ജയിലിൽ അടച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. കോരിച്ചെരിയുന്ന മഴയിലും 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. മുൻ MLA PP സുലൈമാൻ റാവുത്തർ സമരം ഉദ്ഘാടനം ചെയ്തു. സിറിൽ ജോൺസനെ കള്ളക്കേസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ച് ജയിലിൽ അടച്ചവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡനം തടയൽ നിയമമനുസരിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്ത് നടപടിയെടുക്കുക, കുറ്റവാളികളായ എക്സൈസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുക, സിറിൽ ജോൺസണെതിരെ എക്സൈസ് ഇൻസ്പെക്ടർ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് റദ്ദ് ചെയ്യുക, ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. കോരിച്ചൊരിയുന്ന മഴയിലും 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. PP സുലൈമാൻ റാവുത്തർ XMLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രക്ഷോഭ സമിതി ആവശ്യപ്പെടുന്നത് ഈ സുബീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മർദ്ദിച്ച് അവസരമാക്കി കോടതിയിൽ അയലാക്കി അപ്പോ അത്രയും നിഷ്ഠൂലമായ ബന്ധനം നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരാണ് നടപടി സ്വീകരിക്കേണ്ടത്, കേസെടുക്കേണ്ടത്? കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ആദിവാസി യുവാവ് തന്നെ നിഷ്ഠൂരമായി ഒരു വിഭാഗം ആളുകൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഈ CB എന്ന് പറയുന്ന കള്ളപ്പലിശക്കാരനുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം പ്രതിയാക്കി കേസ് ചാർജ് ചെയ്തുകൊണ്ട് അന്വേഷിക്കുക എന്നത് സാമാന്യ രീതി മാത്രമാണ്. അത് ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന കാര്യം. അപ്പൊ വളരെ സാധുവായ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന്
അവിവാഹിതനായ ചെറുപ്പക്കാരന് ജീവിതം ഇനിയും ഒരുപാട് ബാക്കി കിടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരന് അത് നിഷ്ഠൂരമായി തല്ലിച്ചമച്ചിട്ട് ചോദിക്കാനും പറയാനും കഴിയുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതുവരെ ആ സിബിയുടെയും അഭിലാഷിന്റെയും മുഹമ്മദിന്റെയും കൈകളിൽ വിലങ്ങു വീഴുന്നതുവരെ ഈ പ്രക്ഷോഭം മുൻപോട്ട് പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ നിഷ്ഠൂരമായ ഒരു പ്രവർത്തനമാണ് ഈ വിഭാഗം നടത്തിയത്. നമ്മുടെ പോലീസിന്റെ ജോലി എന്താണ്? കൂട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. എന്താണ് അന്വേഷിക്കാനുള്ള തടസ്സം? ഈ സിവിക്കെതിരെ അരിപ്പാട്ട് സിവിക്കെതിരെ കേസെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അതല്ലെങ്കിൽ അഭിലാഷത്തിലെ കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അത് ചാർജ് ചെയ്ത കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ കാര്യങ്ങൾക്ക് വ്യക്തമാക്കി ഉണ്ടാകുന്നത്. അപ്പൊ ആ നിലയിലുള്ള ഒരു നീക്കവും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പോലീസും ഡിപ്പാർട്ട്മെന്റിന്റെയും കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇതിൽ തുറിയായി വരികയാണ്. ഈ കേസ് ഒതുക്കി തീർക്കുവാൻ, ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുവാനുള്ള ഒത്താശ ചെയ്യുന്ന ഒരു വിഭാഗമായി പോലീസ് വിഭാഗവും പോലീസ് ഡിപ്പാർട്ട്മെന്റും മാറുക. അപ്പോൾ എക്സൈസിന്റെയും പോലീസിന്റെയും മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു, ആദിവാസി ക്ഷേമസമിതി അംഗം MI ശശീന്ദ്രൻ, CPIM ലോക്കൽ സെക്രട്ടറി TK മോഹനൻ, ഉള്ളാട മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PA മോഹൻ, ആദിവാസി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത്, എള്ളുംപുറം ഊരുമൂപ്പൻ TA ജേക്കബ്, ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി വടക്കേക്കര, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ജോസ് ചുവപ്പുങ്കൽ, ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് TJ പീറ്റർ, SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, CPI റെജി ഗോപി, ആൽബിൻ വടശ്ശേരി, ജോബിസ് ജോസ് തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കും വരെ പ്രത്യക്ഷ സമരപരിപാടികൾ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഒരു ഗ്രാമത്തിലെ മുഴുവൻ പാർട്ടികളും ദളിത് സംഘടനകളും പഞ്ചായത്ത് ഭരണസമിതിയും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രക്ഷോഭത്തിലും നടപടി ഉണ്ടാകാൻ വൈകുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചു. ജനകീയ പ്രക്ഷോഭ സമിതി ചെയർമാൻ ജെയിംസ് കോലാനി, ജനറൽ കൺവീനർ KM സാബു എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇടുക്കി DYSP സാജു വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 47 കുട്ടികളെ ആദരിക്കുന്നതിനായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത്. ഇടുക്കി DYSP സാജു വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മൊമെന്റോ നൽകി കുട്ടികളെ ആദരിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മുൻ പ്രിൻസിപ്പൽ റോസമ്മ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മിസ്ട്രസ് അർച്ചന തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ആലീസ് കുത്തനാപ്പള്ളി, PTA പ്രസിഡന്റ് ജസ്റ്റിൻ പാലിയത്ത്, അധ്യാപക പ്രതിനിധി ഫാദർ തോമസ് കൊളമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ യോഗാ പരിശീലന ഉദ്ഘാടനവും ലഹരി വിരുദ്ധ ദിനാചരണവും നടത്തി. കുടയത്തൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ചിന്നു സൂര്യൻ യോഗാ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ യോഗ പരിശീലന ഉദ്ഘാടനവും ലഹരി വിരുദ്ധ ദിനാചരണവും നടത്തി. കുടയത്തൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ചിന്നു സൂര്യൻ യോഗ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിസ്റ്റർ MC അനു ക്ലാസുകൾ നയിച്ചു. PTA പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വർഷ TS സ്വാഗതവും വിദ്യാരംഗം കൺവീനർ CB K ജോർജ് നന്ദിയും പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് റീന VR ആശംസയർപ്പിച്ചു. അധ്യാപകരായ സജിത PC, സിന്ധു AN, ബഷീറ UF എന്നിവർ നേതൃത്വം നൽകി.
കുട്ടികളുടെ പോസ്റ്റർ നിർമ്മാണ മത്സരവും ക്വിസ് മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. തകർന്നു വീഴാവുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ അപകട ഭീതിയിൽ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധിച്ച ശേഷം ലയങ്ങൾ തകർന്നു വീണിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ഭാരവാഹികൾ ആരോപിച്ചു. അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തകർന്നു വീഴാവുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ അപകട ഭീതിയിൽ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധിച്ച ശേഷം ലയങ്ങൾ തകർന്നു വീണിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ഭാരവാഹികൾ. മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരുമേട് താലൂക്കിലെ 5ഓളം ലയങ്ങൾ ഇടിഞ്ഞു വീണിരുന്നു. തൊഴിലാളികളുടെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടിയന്തര പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും KPW യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. കാലപ്പഴക്കം കൊണ്ടും കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ടും ഏത് സമയവും നിലംപൊത്തായി തൊഴിലാളി കുടുംബങ്ങൾക്ക് അപകടമുണ്ടാകുന്നൊരവസ്ഥയിലാണ് പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ. ഈ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനുമൊക്കെ നൽകിയിട്ടും നാളിതുവരെയും യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ ദിവസവും തന്നെ മഴ പെയ്യുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ലയങ്ങൾ ഇടിഞ്ഞു വീണ് തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ അപകടം പറ്റുന്ന അവസ്ഥയിലേക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചുകൂട്ടി തൊഴിലാളി ലയങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന് പറയുവാനായിട്ടുള്ളത്. കഴിഞ്ഞ 2 ബഡ്ജറ്റിലായി 10 കോടി രൂപ വീതം 20 കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ 20 കോടി രൂപയിൽ 1 രൂപ പോലും ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് സംബന്ധിച്ച് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. അതിനുശേഷവും ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഗവൺമെൻറ് നിസ്സംഗത തുടർന്നാൽ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നിസ്സംഗത കാണിച്ചാൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ INTUC നേതൃത്വത്തിൽ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഏറ്റെടുക്കുമെന്ന് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 സംസ്ഥാന ബഡ്ജറ്റുകളിലായി 20 കോടി രൂപയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ജീർണിതാവസ്ഥയിൽ നിലകൊള്ളുന്ന ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിയിൽ ഇനിയും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തുമെന്നും നേതാക്കളായ KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത്, വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, KS സിദ്ദിഖ്, N മഹേഷ് തുടങ്ങിയവർ അറിയിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. PN പണിക്കർ ചരമദിനമായ ജൂൺ 19 തുടങ്ങി 26 വരെ നീണ്ടുനിന്ന വായനാവാരം വ്യത്യസ്തമായ പരിപാടികളോടെ നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ആചരിച്ചു. ജൂൺ 19 വണ്ടമറ്റം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി PG സനൽകുമാർ വായനാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വായനാദിന പ്രതിജ്ഞ, ക്ലാസ് ലൈബ്രറി സജ്ജമാക്കൽ, ലൈബ്രറി പുസ്തക വിതരണം, പുസ്തക പരിചയം എന്നിവ നടത്തി. സമാപന യോഗത്തിൽ വായനാവാര പ്രോഗ്രാമുകളുടെ ഡോക്യുമെന്റേഷൻ പ്രദർശനവും ഉണ്ടായിരുന്നു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ വാരാഘോഷം വിവിധ പരിപാടികളോടെ സമാപിച്ചു. PN പണിക്കർ ചരമദിനമായ ജൂൺ 19 തുടങ്ങി 26 വരെ നീണ്ടുനിന്ന വായനാ വാരം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ആചരിച്ചു. ജൂൺ 19 വണ്ടമറ്റം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി PG സനൽകുമാർ വായനാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിന പ്രതിജ്ഞ, ക്ലാസ് ലൈബ്രറി സജ്ജമാക്കൽ, ലൈബ്രറി പുസ്തക വിതരണം, പുസ്തക പരിചയം എന്നിവ നടത്തി. ജൂൺ 20 അമ്മ വായന മത്സര പരിപാടിയുടെ ഉദ്ഘാടനം MBTA പ്രസിഡന്റ് അനുജ അജയ് നിർവഹിച്ചു. കുട്ടികളെടുത്ത ലൈബ്രറി പുസ്തകം വീട്ടിൽ വെച്ച് അമ്മമാർ അവരെ വായിച്ചു കേൾപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം അടിസ്ഥാനമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത്. പുസ്തക പരിചയവും P. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ രംഗങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടത്തി. ജൂൺ 21 സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ ലൈബ്രറിയിലെ വിവിധങ്ങളായ പുസ്തകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പുസ്തക പ്രദർശനം സഹായിച്ചുവെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. പുസ്തക പരിചയവും തുടർന്ന് P. വത്സലയുടെ തേങ്ങ എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന സർഗവേള എന്ന പ്രോഗ്രാമിന്റെ ആരംഭം കുറിച്ചു.
ജൂൺ 24-ന് പുസ്തക പരിചയം, മുരുകൻ കാട്ടാക്കടയുടെ പക എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം, പോസ്റ്റർ രചനാ മത്സരം, വായനാ ദിന റാലി എന്നിവ നടന്നു. വായന കുറിപ്പെഴുത്ത് മത്സരം ആരംഭിച്ചു. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഫാദർ ജോസ് കിഴക്കൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിനോ പോളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടോം ജെ കല്ലർക്കൽ, ഫാദർ ജോസ് കിഴക്കൽ, ബിന്ദു എന്നിവർ പങ്കെടുത്തു. സ്കൂളിന് 2 ദീപിക പത്രങ്ങൾ വണ്ടമറ്റം പള്ളിയും മഠവും സ്പോൺസർ ചെയ്തു. ജൂൺ 25-ന് പുസ്തക പരിചയവും ONV കുറിപ്പിന്റെ കൊടയില്ലാത്തവർ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. വായനാ ദിന ക്വിസ് മത്സരവും നടത്തി. ജൂൺ 26-ന് നടന്ന സമാപന യോഗത്തിൽ വായനാവാര പ്രോഗ്രാമുകളുടെ ഡോക്യുമെന്റേഷൻ പ്രദർശനം നടത്തി. മത്സര വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ത്രിജിത TM നന്ദി പറഞ്ഞു. 6 ദിവസം നീണ്ടുനിന്ന വായനാ വാരാഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. നടീൽ വസ്തുക്കളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം AA രമണൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. പല്ലാരിമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധങ്ങളായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. കുറ്റി കുരുമുളക് തൈകൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവയാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. നടീൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. 24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി എല്ലാ വിപണികളിലേക്കും ആവശ്യമായ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് സമഗ്രമായ കൃഷി വളർത്തിക്കുന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാവിധ പച്ചക്കറി തൈകളും അതുപോലെ പഴവർഗ്ഗ തൈകളും എല്ലാം വിതരണം ചെയ്ത് വരികയാണ്. പഞ്ചായത്ത് അംഗം AA രമണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം AP മുഹമ്മദ്, അനിത P കൃഷ്ണൻകുട്ടി, ജാസ് PS, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കൃഷി ഓഫീസർ EM മനോജ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ബിനി മക്കാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഡ്രീം VHSC 2024 തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യ പ്രഭാഷണം നടത്തി. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഡ്രീം VHSC 2024 തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ഘട്ടവും കയറിവരുമ്പോൾ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ് നമ്മൾ കയറി. SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒട്ടനവധി കുട്ടികൾ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാനുള്ള അവസരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഏകജാലകം വഴി ഒരുക്കി അത് പൂർണ്ണ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ പഠിക്കുവാനുള്ള അവസരം കിട്ടി. അത് നിങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലൂടെയാണ്. ഇനി നമുക്കറിയാം ഒട്ടനവധി കുട്ടികൾ പുറത്തു നിൽക്കുന്നത്. അതിന്റെ 2 ആഴ്ചയോടുകൂടി ഏകദേശം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയേക്കാൾ ഉപരി ഈ കലാലയത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യപ്രസംഗം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത രാജം വർഗീസ് ആമുഖ പ്രസംഗം നടത്തി. SMC ചെയർമാൻ മുഹമ്മദ് ഫാസിൽ, MPTA പ്രസിഡന്റ് ജൂബി ജീവൻ, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബിന്ദു P എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അധ്യാപകരായ വിനീത റേച്ചൽ, ബിനിമോൾ ശ്രീധരൻ, റീന വർഗീസ്, വിൽസൺ അഗസ്റ്റിൻ, KC രാരിച്ചൻ എന്നിവർ പ്രസംഗിച്ചു. കരിയർ മാസ്റ്റർ VP പുഷ്പലത സ്വാഗതവും സ്കൂൾ ലീഡർ ഫിദ സജീവ് നന്ദി. കഴിഞ്ഞ വർഷത്തെ ഫുൾ A+ വാങ്ങിയവരെയും ടോപ്പേഴ്സ് ആയവരെയും യോഗത്തിൽ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഉടുമ്പന്നൂരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഉടുമ്പന്നൂർ സെന്റ് ജോസഫ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ഐസക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. ലഹരി വിരുദ്ധ ദിനപ്രതിജ്ഞ കുട്ടികളെല്ലാവരും ഏറ്റുചൊല്ലി. ലഹരി വിരുദ്ധ ദിന പ്രസംഗ മത്സര വിജയികൾക്ക് മെഡലുകൾ നൽകി. ലഹരി വിരുദ്ധ ഗാനം, ഫ്ലാഷ് മോബ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് ജെയിംസ്, വിമുക്തി ക്ലബ് കോർഡിനേറ്റർ മേഴ്സി, ജെയ്ജോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു. മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും
കോതമംഗലം കോട്ടപ്പടിയിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. കോട്ടപ്പടി വടക്കുംഭാഗം വാവേലിയിൽ പാടത്തു നിന്നും വനംവകുപ്പ് വാച്ചർ സണ്ണി വർഗീസാണ് രാജവെമ്പാലയെ പിടികൂടിയത്. പിടികൂടിയ രാജവെമ്പാലയെ പരിശോധനകൾക്ക് ശേഷം കരിമ്പാനി വനമേഖലയിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. കോട്ടപ്പടി വടക്കുംഭാഗം വാവേലിയിൽ പാടത്തു നിന്നും വനംവകുപ്പ് വാച്ചർ സണ്ണി വർഗീസാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ബുധനാഴ്ച രാവിലെ 11:30ഓടെയാണ് സണ്ണി രാജവെമ്പാലയെ പിടികൂടുന്നതിന് നീക്കം ആരംഭിച്ചത്. ഇതിനിടയിൽ പലവട്ടം പാമ്പ് വഴുതി മാറി. വെള്ളത്തിലൂടെ നീന്തി മാളത്തിൽ ഒളിക്കുന്നതിന് നീക്കം നടത്തി. ഒടുവിൽ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സണ്ണി പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ രാജവെമ്പാലയെ പരിശോധനകൾക്ക് ശേഷം കരിമ്പാനി വനമേഖലയിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. റാലി സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ സെക്രട്ടറി റോസ് മരിയ രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. NSS വോളണ്ടിയർ സെക്രട്ടറി റോസ് മരിയ രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എടാട്ട്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, അധ്യാപക വിദ്യാർത്ഥി ഫാദർ ജോർജ് മാറാപ്പള്ളിൽ, വിവിധ യൂണിഫോം സംഘടനാ പ്രതിനിധികളായ ഏഞ്ചൽ ബിജു, മരിയ ജോസ്, അലീന സാജു എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും NCC ഓഫീസർ ജേസൺ ജോസ് നന്ദിയും പറഞ്ഞു. ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനായി കുട്ടികളുടെ പാർലമെന്റ് രൂപീകരിച്ചു. പരിപാടികൾക്ക് സീനിയർ ടീച്ചർ മിനി എ ജോൺ, സ്കൗട്ട് റേഞ്ചർ ലീഡർ ആനിയമ്മ ലോറൻസ്, SPC ഓഫീസർ റെക്സി ടോം, എലിസബത്ത് മാത്യു, സ്കൗട്ട് മിസ്ട്രസ് സുമിത കുരുവിള, ഗൈഡ് ക്യാപ്റ്റൻ മിനി മാത്യു, NSS കോർഡിനേറ്റർ കരോളിൻ അഗസ്റ്റിൻ, സ്കൗട്ട് മാസ്റ്റർ സെബിൻ കെ ഷാജു, JRC കോർഡിനേറ്റർ മേഘ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാൻസർ ആയിരുന്നു നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ക്യാൻസർ വന്നാൽ മരുന്നില്ലായിരുന്നു, അന്ന് മുറിച്ചു മാറ്റുന്ന ഭാഗമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തെ, നമ്മുടെ വീടിനെ, നമ്മുടെ നാടിനെ, നമ്മുടെ സ്കൂളിനെ എല്ലാവരെയും നശിപ്പിക്കുന്നത് ലഹരി തന്നെയാണ്. ആ ലഹരി മുറിച്ചു മാറ്റപ്പെടുന്നത്, ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി, അത് പൊതു സമൂഹത്തെ മുറിച്ചു മാറ്റപ്പെടുത്തിക്കുക. ആ ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് നമുക്ക് മോചനം വേണം. നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞ എടുക്കണം. ഞാനായിട്ട് ഉപയോഗിക്കില്ല, ഞാൻ ആരെ ഉപയോഗിക്കാൻ സഹായിക്കുകയില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BMS മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിറിൽ ജോൺസനെ കള്ളക്കേസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ച് ജയിലിൽ അടച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇടുക്കി DYSP സാജു വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു.
കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തി. റാലി സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വായനാവാരം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ആചരിച്ചു. വണ്ടമറ്റം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി PG സനൽകുമാർ വായനാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.